പ്രൈസ് ഗോഡ്. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവവചനം അഥവാ ദൈവവചനം ഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-12 വാക്യങ്ങളും, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുമാണ് പൊതുവായിട്ട് ഞാൻ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും മറ്റുള്ള സമുദായങ്ങളിൽ നിന്നൊക്കെയും സംഘടനകളിൽ നിന്നൊക്കെയും വേർപെട്ട ആരാധനയും വിശുദ്ധ ജീവിതവും നയിക്കാൻ ആഗ്രഹിക്കുകയും അതിന് ഒത്ത് പ്രവർത്തിച്ച് ജീവിക്കാൻ, അതിനൊത്ത് ജീവിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുവാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്ത് പുറത്തു വന്നവരാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. കർത്താവ് എന്തിനാണ് എന്നെ വിളിച്ചതെന്നും എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നും എനിക്ക് എങ്ങനെ ദൈവവചനം അല്ലെങ്കിൽ ദൈവരാജ്യം എനിക്കെങ്ങനെ അവകാശമാക്കുവാൻ സാധിക്കുമെന്നും ഒക്കെയും ധ്യാനിക്കുവാനും, അപ്പോൾ ദൈവവചനം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-12 യേശുതമ്പുരാൻ നമ്മളോട് പറയുന്നു, ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, 11-12 മത്തായിയുടെ: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പം നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഭൂമിയിൽ വന്ന കർത്താവ് ഒഴിച്ച് വിശുദ്ധന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവദാസനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഇവിടെ കർത്താവ് തന്നെ ആ സാക്ഷ്യം പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് വളരെ ക്ലിയറാണ്, യോഹന്നാൻ സ്നാപകനാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ, യോഹന്നാൻ സ്നാപകത്തിൽ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ സ്ത്രീകളിൽ ജനിച്ച, അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു നോർമൽ രീതിയിൽ ജനിച്ച പുരുഷന്മാരോ സ്ത്രീകളുടെ ഇടയിൽ ഉന്നതനായ സ്ഥാനം, ഏറ്റവും ഉന്നതനായ സ്ഥാനം ദൈവം കൊടുത്തിരിക്കും ജോൺ ദി ബാപ്റ്റിസ്റ്റ്. എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വഴിയിൽ തെറ്റിപ്പോകാതിരിപ്പാൻ വളരെയധികം സൂക്ഷ്മതയോടും പ്രാർത്ഥനയോടും കൂടി ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്, പ്രിയപ്പെട്ടവരെ. എന്തെന്നാൽ സാത്താൻ വളരെ രീതിയിൽ ആരെ തെറ്റിക്കണ്ടു എന്ന് വിചാരിച്ച്, ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റേതായ കുതന്ത്രങ്ങൾ
അവൻ്റേതായ സ്കീമുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത് പ്രിയരെ. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് സ്വർഗരാജ്യത്തിൽ ഞാനൊരു ബിലീവറാണ്, ഞാൻ കർത്താവിന് വേല ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഒരു മൂഢസ്വർഗത്തിലിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് നമ്മൾക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമായ കാര്യമാണ്. ഇന്ന് ചില ആൾക്കാർ ചില സംഘടനകളുടെ പേര് പറഞ്ഞാണ് അവരുടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളുടെ പേരുകൾ പറഞ്ഞാണ് അവരവരുടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവേശനത്തെക്കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന ഗ്രൂപ്പിലാണ്, ഞങ്ങൾ ഇന്ന ഡിനോമിനേഷനിലാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന അനേകരുണ്ട് പ്രിയരെ. അത് ദൈവവചനത്തിൽ അതിനകത്തൊരു സ്ഥാനവുമില്ല, സത്യവുമില്ല. നാം ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ ന്യായാസനത്തിൽ മുമ്പിൽ നിൽക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയും നമ്മുടെ ഓരോരുത്തരുടെയും ഫലങ്ങളും പ്രവൃത്തികളും എല്ലാം അവിടെ അന്ന് എടുക്കപ്പെടും. ആ ജീവൻ്റെ പുസ്തകം തുറക്കപ്പെടുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ്. കർത്താവ് ഒരു ഗ്രൂപ്പും സ്ഥാപിപ്പാനല്ല ഈ ലോകത്തിൽ വന്നത് പ്രിയപ്പെട്ടവരെ. കർത്താവ് തൻ്റെ ദേഹമെന്ന, അല്ലെങ്കിൽ ശരീരത്തെ, അല്ലെങ്കിൽ തൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരം സ്ഥാപിപ്പാൻ, അല്ലെങ്കിൽ ബ്രൈഡ്, കർത്താവിൻ്റെ മണവാട്ടിയെ തയ്യാറാക്കാൻ കർത്താവിനായി കാത്തിരിക്കുന്നു. അതിനകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ജീവിതമല്ല, എപ്പോഴും ഒരു ജീവിത വിശുദ്ധിയോടുകൂടി ദൈവവചന അടിസ്ഥാന പ്രകാരം നമ്മുടെ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വചനം ഇതിൻ്റെ ഒന്ന്, യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നുവെന്നും കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ വേണ്ടി പിതാവായ ദൈവം അയച്ച ഒരു മാനപാത്രമാണെന്ന് നമ്മൾ വായിക്കുന്നു. സ്ത്രീകളിൽ ജനിച്ചവരിൽ അവനേക്കാൾ ഉന്നതനായി വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അതിനോട് ചേർത്ത് തന്നെ പറഞ്ഞത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മളെ ഓരോരുത്തരെയും വിളിക്കപ്പെട്ട് ഈ ലോകത്തിലെ വലിയവനാകാനല്ല, സ്വർഗരാജ്യത്തിൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടണം. സ്വർഗരാജ്യത്തിൽ എനിക്ക് എങ്ങനെ ആയിത്തീരുവാൻ സാധിക്കും? അവിടെ എനിക്ക് എങ്ങനെ ഒരു ദൈവസന്നിധിയിൽ ഒരു നല്ല ദൈവവൈതലാവാൻ, ഒരു ശ്രേഷ്ഠ ദൈവവൈതലാവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ നിങ്ങളോടൊത്ത് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ട് വളരെ പ്രാർത്ഥനയോടെ ഇത് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, അടുത്ത വാക്യം 12-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു. ഇപ്പോൾ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. സ്തോത്രം. അപ്പം എന്തോ ഇതിൻ്റെ അർത്ഥം? യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. സകല പ്രവാചകന്മാരും 13 പറയുന്നു, സകല പ്രവാചകന്മാരും ന്യായപ്രമാണം യോഹന്നാൻ വരെ പ്രവചിച്ചു. അപ്പൊ എന്തുവാണ് ഇവിടെ ബലാത്കാരികൾ? യോഹന്നാൻ സ്നാപകന്റെ നാള് മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്തുവാണ്? ഇവിടെ എന്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഓട്ടം ലക്ഷ്യം തെറ്റിയാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ നോക്കിയോ മറ്റുള്ള സംഘടനകളെ സമുദായങ്ങളെയോ നോക്കി, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കർത്താവ് സംഘടനയോ സമുദായമോ ഒന്നും സൃഷ്ടിച്ചാണല്ല വന്നത്, തൻ്റെ മണവാട്ടിയെ തയ്യാറാക്കുവാണ്. അല്ലെങ്കിൽ തൻ്റെ ദേഹം എന്ന ശരീരത്തെ തയ്യാറാക്കാനാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ചർച്ചിൻ്റെ ഏറ്റവും വലിയ മർമ്മം ഒരു പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഈ മർമ്മം വലിയത്, ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ തന്നെ 29-ാമത്തെ വാക്യത്തിൽ പറയുക, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 30-31 വാക്യമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചത്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവൻ്റെ മാംസവും നാം അവൻ്റെ എല്ലുമാകുന്നു, അല്ലെങ്കിൽ വി ആർ ഹിസ് ഫ്ലഷ് ആൻഡ് ഹിസ് ബോൺസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, എൻ്റെ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്. ഈ മാംസം, ഈ എല്ല്, അല്ലെങ്കിൽ എൻ്റെ ഈ ശരീരം മൊത്തം എൻ്റെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ഓർത്ത് വേണം ഞാൻ ജീവിക്കേണ്ടത്. പിതാവിൻ്റെ സന്നിധാനത്തിലിരുന്ന, പിതാവിനോടൊത്തിരുന്ന, ഈക്വൽ ടു ബി വിത്ത് ഹിം എന്ന, ഈക്വൽ ദൈവത്തോടൊത്തിരുന്ന, ദൈവത്തിന് സമാനമായിരുന്ന യേശു തമ്പുരാന് തന്നെത്താൻ ഒഴിച്ച് ഈ ഭൂമിയിൽ വന്ന് പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് വന്ന് തൻ്റെ സഭയുടെ തലയായി തീരുകയായിരുന്നു. ഇതാണ് ആ ചർച്ചിൻ്റെ മർമ്മം, ഇതാണ് ആ ചർച്ചിൻ്റെ രഹസ്യം. ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചർച്ചിൻ്റെ മർമ്മം അവിടെയാണ്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. അത് നാം അവൻ്റെ ശരീരമാകുന്നു, നാം അവൻ്റെ അവയവങ്ങളാകുന്നു, അവൻ്റെ ശരീരത്തിൻ്റെ ഓരോരുത്തരും അവയവങ്ങളാകുന്നു. നമുക്ക് ഒരു വലിയ പ്രവൃത്തിയുണ്ട്. കർത്താവ് തൻ്റെ സഭയെയാണ് പണിയുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ. ആ സഭയിൽ എനിക്ക് ആയിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ നമ്മളെ ആക്കുന്നത്. അത് മനുഷ്യരല്ല, മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരവുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പിനാലും ആണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ബലാത്കാരത്തെക്കുറിച്ച്, അല്ലെ ഒരു വയലൻസിനെ കുറിച്ച് പറയുന്നു. എന്താണ് ആ വയലൻസ്? ഈ ലോകപ്രകാരമുള്ള വയലൻസ് ആണോ? അല്ലെങ്കിൽ ഇന്ന് അപ്പനും മക്കളും അപ്പനും അമ്മയും ഒക്കെ, അല്ലെങ്കിൽ അപ്പൻ്റെ സ്വത്ത് കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കുത്തും വെട്ടും തല്ലും കേസും ഒക്കെ നടക്കുന്ന ഈ നാളുകളിൽ അങ്ങനൊരു വയലൻസ് ആണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? അതോ ഈ വയലൻസ് എന്തിനെക്കുറിച്ചാണ്? എനിക്ക് എങ്ങനെ അത് കർത്താവിൻ്റെ ആ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഒക്കും? ദൈവം എന്നെ അതിലൊരു നല്ല മാനപാത്രമാക്കണം. നമ്മൾ കണ്ടു, സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനെ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ടുണ്ട്. അപ്പം എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമ്പോഴേ എൻ്റെ ശ്രേഷ്ഠ പദവി യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉള്ളതിലും അത്യുന്നതമായ പദവിയാണ്. അപ്പോൾ അത് എനിക്ക് എങ്ങനെ ഒക്കും എന്ന് നമ്മൾ നോക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമുക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല. നമുക്കിത് കാണാൻ ഒക്കും. പ്രിയപ്പെട്ടവരെ, എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമുക്കിത് കാണാം. നമുക്കുള്ള പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും അല്ല. പിന്നെന്തുവാ?
നമുക്കുള്ള പോരാട്ടം എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ജഡപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തോടൊത്ത് സ്വർഗരാജ്യത്തിൽ എനിക്ക് പ്രവേശിക്കണമേ, ആദ്യത്തെ ശത്രു എൻ്റെ ജഡം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ അപ്പോസ്തലൻ പറയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഒരു വ്യക്തിയോടല്ല. ഈവൻ നമുക്കറിയാം, നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അപ്പോസ്തലൻ പറയുക, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അതുമാത്രമല്ല, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അയ്യോ, ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ. അപ്പൊ ഈ ജഡത്തിന്റെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ആ വെറും മാംസരക്തങ്ങളോടല്ല പോരാട്ടം. ഇതിലൊക്കെയും പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് അത്രേ. ഹല്ലേലൂയ. നമുക്ക് എവിടെ കാണാൻ നോക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു, നമുക്കൊന്ന് മൽപ്പിടുത്തം പഠിച്ചു നോക്കായിരുന്നു. ഹല്ലേലൂയ. ബിലവഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പൊ എനിക്ക് എങ്ങനെ സാധിക്കും ഈ സ്വർഗരാജ്യത്തിന് ഞാൻ അംഗമാകണം? ഇല്ലെങ്കിൽ എൻ്റെ ഓട്ടം വൃഥാവിലായി പോവും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊരിന്ത്യർ 9-ാം വാക്യത്തിൽ പറയുന്നു, 1 കൊരിന്ത്യൻ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിയേ. 1 കൊരിന്ത്യൻസ് എന്താ പറഞ്ഞേ? 1 കൊരിന്ത്യൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നിങ്ങളും, അതിനകത്ത് നമ്മൾ ഓരോരുത്തരും ഇല്ലേ സഹോദരിമാരെ? നമ്മൾ പറയുക, ഞാൻ ഇന്ന സംഘടനയിലാ, ഇന്ന സമുദായത്തിലാ, എനിക്ക് വീണ്ടും ജനനം ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നോക്ക്, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരെങ്ങനെയാ ജീവിക്കുന്നത്, അവരുടെ ജീവിതം നോക്ക്, ഇവരുടെ ജീവിതം നോക്ക്, അതൊക്കെ ഒന്ന് നോക്കി നടക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മരക്ഷയെ നമ്മൾ ചെറുതായിട്ട് കണ്ട് ജീവിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക, ഫിലിപ്പിയർ 2:12 പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ടല്ല എന്നെ വിളിച്ചിരിക്കുന്നത്,
ഇപ്പോൾ ഞാൻ നിങ്ങളോടൊത്ത് ഈ ദൈവവചനം ഷെയർ ചെയ്യുമ്പോഴും ഒരു കാര്യം എനിക്ക് വ്യക്തമായിരിക്കണം. എന്താണ്? ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ടല്ല. ഞാനിത് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെയും ഞാൻ ഈ കാര്യത്തിൽ വളരെ അധികം ബോധവാനായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവരല്ല, എല്ലാവരും ഓടുന്നു. നമ്മൾ നോക്കിയേ, എല്ലാവരും ഓടി. നോക്കിയേ, നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേ ഇസ്രായേൽ മക്കൾ 6 ലക്ഷം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു. എത്ര പേര് കയറി ആ വാഗ്ദത്ത കനാൻ ദേശത്ത്? 2 പേരാ ആ പുറപ്പെട്ടവരിൽ കയറിയത്. 1 കാലേബും 2 ജോഷുവായും. ദൈവം പിന്നെ പാർഷ്വാലിറ്റി ചെയ്തിട്ടാണോ? എല്ലാവർക്കും അവസരം കൊടുത്തു, എല്ലാവർക്കും മന്ന കൊടുത്തു, എല്ലാവർക്കും വേണ്ടുന്ന ഇറച്ചി കൊടുത്തു, ആഹാരം കൊടുത്തു, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു, വെളിച്ചം കൊടുത്തു, എല്ലാം കർത്താവ് കൊടുത്തു. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് 2 പേർക്കും പറ്റിയത്, മറ്റാർക്കും പറ്റാഞ്ഞത്? അവിടെയാണ് നമ്മുടെ ആത്മീയതയുടെ രഹസ്യം നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. എനിക്കൊരു വ്യത്യാസവുമില്ല. ഞാൻ എൻ്റെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വിരുത് തെറ്റാതിരിക്കുവാൻ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ ഇവരെ നോക്കിക്കൊണ്ട് ജീവിപ്പാനല്ല എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്. എൻ്റെ ഉയരത്തിലുള്ള സ്വർഗീയ വിളിയെ അത് എത്രയധികം കരുതിക്കൊണ്ടാൽ നല്ലതാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന അപകടം, നമുക്ക് പറ്റുന്ന പ്രയാസം ഇതാ, നമ്മൾ മറ്റുള്ളവരെ നോക്കിയാണ് വിശ്വാസ ജീവിതം നയിക്കാൻ തുടങ്ങുന്നത്. വിശ്വാസം അങ്ങനെ നടന്ന് അവരെ കണ്ടുകൊണ്ട് നടക്കും, ഒരു ഇടത്തിൽ അങ്ങ് വീഴും, നമ്മളും അതോടൊപ്പം പെട്ടുപോകും. എന്നാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഓടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആ ക്രിസ്തു എവിടെ ഇരിക്കുന്നു? വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാകുന്ന ക്രിസ്തുവിനെ നാം ഓരോരുത്തരും മനസ്സിലാക്കി പഠിച്ച് അനുസരിച്ച് ആ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ജഡമായി തീരേണ്ടത്. ആ ജഡം ആ ജീവിതത്തിൽ ആ ക്രിസ്തുവിൻ്റെ ജഡം എടുത്തതുപോലെ എന്നിലും നിങ്ങളിലും ആ ജീവന്റെ വചനം ജഡം എടുക്കേണ്ടിയിരിക്കുന്നു. അത് അനേകർ കണ്ട് ദൈവത്തിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 25 1 കൊരിന്ത്യർ 9 അധ്യായം 25 വാക്യത്തിൽ, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതിനും പ്രാപിക്കേണ്ടതിന് തന്നെ. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഒളിമ്പിക്സ് ഉണ്ട്, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അതുപോലെ വലിയ ലോക ഗെയിംസുകളും അതുപോലെ ക്രിക്കറ്റിൻ്റെ ഒക്കെ ഉണ്ട്. പല രാഷ്ട്രങ്ങൾ തമ്മിൽ കളിച്ച് അതിൽ അവർ ജയിക്കുന്നതും ആ സ്വർണ്ണ കിരീടങ്ങൾ, വെള്ളി കിരീടമൊക്കെ, ചെമ്പ് ബ്രോൺസ് ഒക്കെയും വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതെല്ലാം വാടിപ്പോകുന്ന, നശിച്ചു പോകുന്ന, എന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരു കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. ആ കിരീടം പ്രാപിപ്പാൻ ഞാൻ ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിപ്പാനല്ല, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളെ മോൾഡ് ചെയ്യണം. നമ്മളെ അതനുസരിച്ച് നാം വീണ്ടും ജനനം പ്രാപിച്ചതാണോ, അതോ മറ്റു ചിലർ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രാപിച്ചുകൊണ്ട് വഴിതെറ്റി ജീവിക്കുന്ന അവസ്ഥയാണോ? ഞാനൊരു ഗ്രൂപ്പിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായതുകൊണ്ടായില്ല. നാമും ദൈവവും തമ്മിൽ ആ ഒരു ബന്ധം, വീണ്ടും ജനനത്തോടുകൂടി ഒരു ശിശു ജനിക്കുകയാണ്. ആ വീണ്ടും ജനനം നാം എല്ലാവരും പ്രാപിച്ചേ ഒക്കൂ. കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ആമേൻ ആമേൻ,
ഞാൻ നിങ്ങളോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് തന്നെ നമ്മളോട് പറയുകയാണ്, നിക്കോദെമോസിനോട് കൂടി നമ്മളോട് സംസാരിക്കുകയാണ്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം കാണുകയില്ല. കടക്കുന്ന കളയട്ടെ, അവിടെ ഇരിക്കട്ടെ. പിള്ളേരെ കടക്കുന്നത് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചാട്ട്. അപ്പോൾ ആ വീണ്ടും ജനനം കൂടാതെ, ആ വീണ്ടും ജനനത്തിൻ്റെതായ പഠിപ്പീര്, ദൈവവചന പഠിപ്പീരില്ലെങ്കിൽ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വേർതിരിച്ചില്ലെങ്കിൽ ഒരു നാളും സ്വർഗരാജ്യം കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നെയും കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന പല ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലും ആവാതിരിക്കാൻ നാം സൂക്ഷിക്കണം. പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്, അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊത്ത് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച പല മക്കളെയും എനിക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ. പലരെയും ബ്ലെയിം ചെയ്യാനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മളെ ഇതിനല്ല വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വെച്ച് നാം നമ്മുടെ ഓട്ടക്കളത്തിൽ ഓടിയില്ലെങ്കിൽ നമ്മുടെ വിരുദ്ധ തെറ്റിപ്പോകുമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കിയേ, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആർക്കും ഒരു വ്യത്യാസവും. ഞാൻ ഏത് വലിയ കുടുംബത്തിൽപ്പെട്ടതായാലും, ഞാൻ ഏത് ട്രഡീഷനുള്ളവനായാലും, ഞാൻ ഏതു രാജ്യത്ത് ജനിച്ചെന്നായാലും, അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒന്നും യാതൊരു വ്യത്യാസവും കർത്താവിനില്ല. ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. അനാഥരോടും വിധവമാരോടും സുവിശേഷം പറയാനാണ്. അനാഥരോടും വിധവമാരോടും സുവിശേഷം പറയാൻ വന്നവനാണ്. യേശു ജനിച്ചപ്പോൾ തന്നെ ആ സദ്വർത്തമാനം ആദ്യം അറിയിച്ചത് ആട്ടിൻകൂട്ടത്തിലെ ആട്ടിലിടയന്മാരെ ആടാണ് ആദ്യം എത്തിച്ചതെന്ന് നമ്മൾ കാണിക്കുന്നു. പാവം പിടിച്ച ഒരു തണുപ്പും പിടിച്ച് ആ ആടുകളോടൊത്ത് ജീവിക്കുന്ന ആ എളിയവരോട്, അല്ലെങ്കിൽ രാജാക്കന്മാരോടോ ഹെരോദിന്റെ കൊട്ടാരത്തിലോ വലിയ ആൾക്കാരോ അടുത്തൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ആ സദ്വർത്തമാനം എത്തിച്ചത്. ദൈവത്തിൻ്റെ ദൂതന്മാർ പോയി പറഞ്ഞത്, ദൈവത്തിൻ്റെ ദൂതൻ പോയി അറിയിച്ചത്. അപ്പോൾ ഇവിടെ ആ വീണ്ടും ജനനം നമുക്ക് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ പടിയാണ്, നമുക്ക് വീണ്ടും ജനനം പ്രാപിച്ചേ ഒക്കൂ, എന്നാലേ സ്വർഗരാജ്യം കാണാൻ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും യേശു തമ്പുരാൻ ഉറപ്പിട്ട് പറയുക. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന സംഘടനയിലാ, ഇന്ന സമുദായത്തിലാ, ഞാൻ അങ്ങനെയാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാനിത് ഒരു പ്രത്യേക സമുദായത്തെയോ സംഘടനയോ പറയുവാനല്ല, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസ കൂട്ടായ്മയിലായാലും ഇതിന് യാതൊരു വ്യത്യാസവുമില്ല. നാം ദൈവവചനവും ദൈവവുമായിട്ട് നാം ദൈവത്തെ അനുസരിച്ചേ മതിയാവും. അവൻ്റെ കാൽപാത, നമുക്കൊരു സ്റ്റെപ്സ് വെച്ചിട്ടാണ്. ആ കാൽപ്പാത പിൻപറ്റിയെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് പോകാനൊക്കെ. യേശു തമ്പുരാനാണ് വഴിയും സത്യവും ജീവനും എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് ആ കാൽപാത പിൻപറ്റി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുവാണ് ധ്യാനിക്കുവാൻ തുടങ്ങിയതെന്ന് ആലോചിച്ചാട്ട്, ഇവിടെ സ്വർഗരാജ്യത്തിലെ ആ ബലാൽക്കാരേണെ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ബലാൽക്കാരം എന്താണ്? എന്തെങ്കിലും ആരോടും വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ പിടിച്ചു പറിച്ച്, അല്ലെങ്കിൽ എനിക്ക് സ്വർഗരാജ്യം വേണമെന്ന് പറയുകയല്ല. നമുക്കറിയാം, സബദീപുത്രന്മാർ മാതാവോട് യേശു തമ്പുരാൻ്റെ അടുത്ത് ചെന്ന്
എൻ്റെ ഈ പുത്രന്മാരിൽ ഒരുവനെ വലത്തും ഇടത്തും ഇരുത്തുവാൻ വരം നൽകണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു പറഞ്ഞത്, ഞാൻ കുടിക്കുന്ന കപ്പ് നിങ്ങൾക്ക് കുടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കുടിക്കാം, തീർത്തും കുടിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ കുടിക്കും, പക്ഷേ ഇടത്തും വലത്തും ഇരിക്കുവാൻ, എൻ്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ സ്വർഗസ്നായ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നവരല്ലാതെ ഒക്കത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഓർത്ത് നോക്കിയേ, പിതാവായ ദൈവം ആകർഷിച്ചിട്ടല്ലാതെ അവൻ്റെ രാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ ഒക്കത്തില്ല. അതിന് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വഴിയാകുന്നു യേശുതമ്പുരാന്. ആ യേശുതമ്പുരാൻ കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ജീവിച്ചെങ്കിലേ മതിയാവൂ. നമ്മുടെ ബുദ്ധിപ്രകാരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോരോരുത്തരും ഞാനിന്ന് വീണ്ടും ജനനം പ്രാപിച്ചാണോ, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചാണോ? ഞാൻ ഇങ്ങനെ പറയുന്നില്ല അന്യഭാഷ അറിയാമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ആത്മാവിനെ നാം പ്രാപിച്ച് ആ ഒരു ശിശുവായിട്ട് ഒരു ആത്മീയ ശിശു ജനിച്ച് വയ്ക്കേണ്ട ആവശ്യമാണ്. ആ ശിശു വളരണം. എവിടം വരെ? യേശുവെ പോലെ വളരണം. ഞാനോ കുറയണം, അവനോ വളരണമെന്ന് യോഹന്നാൻ സ്നാപകൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ വളർച്ച പ്രാപിച്ച് ആ കർത്താവിൻ്റെ ശരീരത്തിൽ ആത്മാവ് നമ്മളെ ആക്കും. അവൻ്റെ സഭയിൽ നമ്മെ ആക്കും. ആ സഭയിലെ ഞാൻ അംഗത്വമാണോ, അതോ ഞാൻ ഈ പറയുന്ന സംഘടനകൾ, വലിയ വലിയ സംഘടനകളുടെ പേരും പറഞ്ഞാണോ നടക്കുന്നതെന്ന് എന്നെക്കുറിച്ച് സമുദായങ്ങളെ എന്നെക്കുറിച്ചൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു 5-ാമത്തെ വാക്യത്തിൽ പറയുക, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു. ആത്മാവിനാൽ നാം വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ തന്നെ, നമ്മളെ തന്നെ, ഈ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും ഇത് ഒന്ന് ശോധന ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കി, ഒന്ന് എക്സാമിൻ അവർ സെൽഫ്. പൗലോസ് അപ്പോസ്തലന് 2 കൊരിന്ത്യർ 13-ാം എക്സാമിൻ യുവർ സെൽഫ് വെദർ ക്രൈസ്റ്റ് ഡെൽസ് ഇൻ യു. നിങ്ങൾ ക്രിസ്തു വസിക്കുന്നുവോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി, തോറ്റുപോയി എന്ന് അവിടെ അദ്ദേഹം കുറിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, രണ്ടാമത് യേശു പറയുക, അതിനെ യേശു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അതിനൊരു വ്യത്യാസവും ഇല്ല. ഇത് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന, യേശു തമ്പുരാൻ പോലും വ്യത്യാസം പിതാവായ ദൈവം കൊടുത്തില്ല. യേശു തമ്പുരാൻ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ഞാൻ നിന്നാൽ സ്നാനം ഏൽക്കണം എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ഇപ്പോൾ ഇത് അനുവദിക്കുക, അങ്ങനെ പിതാവിൻ്റെ നീതി നിവർത്തീകരിക്കണമെന്ന് യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകനോട് പറയുകയും അദ്ദേഹം സ്നാനം കൊടുക്കുകയും സ്വർഗത്തിൽ നിന്ന് ആത്മാവിനെ പ്രാവ് പോലെ ഇറങ്ങി വരുന്നതും നമ്മൾക്ക് കാണുവാനും നമ്മൾ വായിക്കുകയും നമ്മൾ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നു. സഹോദരരെ, ഇവിടെ എനിക്ക് നിങ്ങൾക്കും ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ ചിന്താവിഷയം, നമ്മുടെ ചിന്താവചനം ഇതാണ്: എങ്ങനെ എനിക്ക് സ്വർഗരാജ്യം ആഘോഷിക്കാം? സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ സ്വർഗരാജ്യത്തിൽ എനിക്ക് എപ്രകാരം പ്രവേശിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം ഇന്ന്. ഇനിയും അടുത്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 1 മുതൽ നമുക്കൊന്ന് നോക്കാം. 18-4-5 വരെയുള്ള വാക്യങ്ങളും നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. ആ നാഴികയിൽ 1-ാമത്തെ വാക്യം, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി. 3-ാമത്തെ വാക്യം, എന്നിട്ട് 3-ാമത്തെ അവന്, അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചോദ്യം വന്നു. എന്തോ ചോദ്യം വന്നേ?
സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരെന്ന് നമ്മൾ കണ്ടത് എന്തുവാ? യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ മനുഷ്യരിൽ ജനിച്ച ഏറ്റവും ശ്രേഷ്ഠൻ, ഉന്നതനെന്ന്. അപ്പൊ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ ഉയർന്നവനാകുന്നു. അപ്പോൾ ഇത് അവർക്കറിയാം. അതുകൊണ്ട് അവർ ചോദിക്കുക, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കെ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, മൂന്നാമത്തെ വാക്യം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല. വീണ്ടും ജനനത്തിന് ശേഷം ഉള്ള പ്രവൃത്തിയാ. എങ്ങനെ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനം ഇനഫാന്നോ? വീണ്ടും ജനനത്തോടെ നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നു, നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒക്കുന്നു. ഇനി എനിക്ക് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എനിക്കൊരു മനസ്സ് വേണം. അതൊരു ശിശുവിൻ്റെ മനസ്സായി തീരേണ്ടിയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദൈവവചനത്തോടെ നമുക്കൊരു ശിശുവിനെ പോലുള്ള ഒരു സമീപനം ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു ശിശുവിനെ പോലെ ഒരു സമീപനമായിരിക്കണം ദൈവവചനത്തോടും സ്വർഗരാജ്യത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നത്? ഹല്ലേലൂയ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അപ്പം ദൈവവചനത്തിന് മുമ്പില്, ദൈവവചന അനുസരണത്തിന് മുമ്പില് പാപത്തെ വെറുത്തുകൊണ്ട്, തിന്മയെ വെറുത്തുകൊണ്ട് ദൈവത്തിനായി ജീവിക്കുവാനും ഒരു ശിശുവിനെ പോലെ, ഒരു പുതുതായി ജനിച്ച ശിശുവിനെ പോലെ നമ്മൾ ആയിത്തീരേണ്ടത് ആവശ്യമാ. ഇവിടെ എന്തുവാ 4-ാമത്തെ വാക്യത്തിൽ? ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. നമ്മൾ എന്തുവാ പ്രിയപ്പെട്ടവരെ ധ്യാനിച്ചു തുടങ്ങിയത്? എനിക്ക് സ്വർഗരാജ്യത്തിൽ എങ്ങനെ ആവും? സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ ശ്രേഷ്ഠനായിരിക്കും സ്വർഗരാജ്യത്തിലെ ദൈവം തിരഞ്ഞെടുക്കുന്ന പൈതങ്ങൾ. അപ്പോൾ ആ സ്വർഗരാജ്യത്തിലെ ഒരു വലിയവനാകാൻ ആർക്ക് ബാധിക്കും? ഒരുവൻ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം അവൻ്റെ ജീവിതം അവൻ ക്രമപ്പെടുത്തി ജീവിക്കുമ്പോൾ, അതനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ ദൈവാത്മാവ് നമ്മളെ ആക്കുമ്പോഴേ, അതനുസരിച്ച് നാം ജീവിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ, ഇവിടെ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കൈക്കൊള്ളുന്നവനെ അന്നു ദൈവം പറയുന്നത്. ആ ദൈവരാജ്യത്തിൽ ഇങ്ങനെ കാംക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെ നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. അപ്പം ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ഒരു മെറിറ്റ് വേണം, ഒരു കാര്യം വേണം. എനിക്കൊരു ഹൃദയം വേണം. തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പിൽ അനുസരണത്തിന് പാപത്തെ വെറുത്ത് ജീവിക്കുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലെ 20-ാം വാക്യത്തിൽ പാപത്തിന് നിങ്ങൾ ശിശുക്കളായിരിക്കണമെന്നാണ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഞാൻ അതോടുകൂടി ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ധ്യാനിച്ച് നോക്കാം. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നരാകുവിൻ. ബുദ്ധിയിലോ മുതിർന്നരാകുവിൻ. അപ്പൊ എന്തിലാണ് നാം ശിശുക്കളാകേണ്ടത്? ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവചനത്തിനും തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളായിരിക്കണം. ബുദ്ധിയിൽ നമ്മൾ മുതിർന്നവരായിരിക്കണം. മെച്യൂരിറ്റിയിൽ നമ്മൾ മുതിർന്നവരായിരിക്കണം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, 1 മുതൽ 2 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ, അല്ലെങ്കിൽ കലർപ്പില്ലാത്ത മായമില്ലാത്ത വചനമെന്ന പാൽ കുടിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കായി വളരുകയും. ഞാനിവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് 1 പത്രോസ്, എനിക്ക് വളരുവാനൊരു എന്താണ് ഒന്നാമത് ആ വാക്യം കൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് ധ്യാനിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ഇങ്ങനെ ആകുന്നു പ്രിയപ്പെട്ടവരെ. 1-2 വാക്യത്തിൽ പറയുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വേഴ്സ് 3-ാമത്തെ വാക്യം, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയ രീതിയിൽ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതിന് സ്വർഗരാജ്യത്തിൽ എനിക്ക് എൻ്റെ രാജ്യത്ത് സ്വർഗരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും, കാണുവാൻ സാധിക്കും, അവിടെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് എനിക്ക് എങ്ങനെ ആയിത്തീരുവാൻ സാധിക്കും, വളരുവാൻ സാധിക്കും ഉള്ള വചനങ്ങളാലോ നാം ധ്യാനിച്ചത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണടച്ച്. കർത്താവേ, ഈ പരിശുദ്ധ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ വിശുദ്ധ സമയത്ത് അങ്ങയുടെ സന്നിധാനത്തിലിരിപ്പാനും സ്വർഗരാജ്യം ഞങ്ങൾക്ക് എങ്ങനെ പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കുമെന്നോട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഈ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇത് അനേക ജീവിതങ്ങളെ പരിവർത്തനപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമേ. യേശു തമ്പുരാനെ, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. കുഞ്ഞുങ്ങൾ, വലിയവർ, പ്രായമുള്ളവർ, എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ. ആ ഒരു വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ വലിയവരായിത്തീരുവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്കായി ഭവനം ഒരുക്കുവാൻ പോയല്ലോ. അവിടുന്ന് ഏത് സമയത്തും കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പച്ച. അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് എപ്പോഴും പ്രവർത്തിപ്പാൻ തക്കോണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ.